നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ചാണ്. DPSP നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 4 ആർട്ടിക്കിൾസ് 36 മുതൽ 51 വരെയാണ് DPSPയെക്കുറിച്ച് വിവരിച്ച് പറയുന്നത്. ഫ്രെയിമേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദിസ് നോവൽ ഫീച്ചർ ബോറോ ചെയ്തിരിക്കുന്നത് 1937 ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് അഡോപ്റ്റ് ചെയ്തത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഡോക്ടർ BR അംബേദ്കർ DPSPയെ വിശേഷിപ്പിച്ചത് നോവൽ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് മാറ്റേഴ്സിൽ സ്റ്റേറ്റിനുള്ള ഭരണഘടനാപരമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ശുപാർശകളാണ് DPSP. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ കൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗവർണർ ജനറൽമാർക്കും സ്റ്റേറ്റ് ഗവർണേഴ്സിനും നൽകിയ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായിട്ടാണ് DPSP സദൃശ്യമായിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ സംക്ഷേപം ചെയ്തിരിക്കുന്ന ഹൈ ഐഡിയൽസ് ആയ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി തുടങ്ങിയവയുടെ സാക്ഷാത്കാരമാണ് DPSP എയിം ചെയ്യുന്നത്. ഇവ ഉൾക്കൊണ്ടിരിക്കുന്നത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റാണ്, അല്ലാതെ കൊളോണിയൽ എറയിൽ നിലനിന്നിരുന്ന പോലീസ് സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റ് അല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രാജ്യത്ത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുവാനാണ് DPSP ശ്രമിക്കുന്നത്. ആർട്ടിക്കിൾ 36 സ്റ്റേറ്റ് എന്ന ടേമിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെയും പാർട്ട് 3 ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന് നൽകിയിരിക്കുന്ന സെയിം മീനിങ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻസും രാജ്യത്തെ അതർ ലോക്കൽ ആൻഡ് പബ്ലിക് അതോറിറ്റീസും സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ ഉൾപ്പെട്ടു വരും. ആർട്ടിക്കിൾ 37 പറയുന്നു DPSP നോൺ ജസ്റ്റിസിയബിൾ ആണെങ്കിൽ തന്നെയും അവ രാജ്യത്തിൻ്റെ ഭരണനിർവഹണത്തിൽ അടിസ്ഥാനമായതാണ് എന്ന്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഡ്യൂട്ടിയാണ് ഈ തത്വങ്ങൾ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. DPSPക്ക് വിശാലമായ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSPയെ തരംതിരിച്ച് കാണുന്നില്ല. എന്നാൽ അവയുടെ ഒബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനപ്പെടുത്തി DPSPയെ 3 തരംതിരിക്കാം. നമ്പർ 1 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, നമ്പർ 2 ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, നമ്പർ 3 വെസ്റ്റേൺ ലിബറൽ പ്രിൻസിപ്പിൾസ്. ആദ്യമായി നമുക്ക് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പരിശോധിക്കാം. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് സോഷ്യലിസം എന്ന ഐഡിയോളജിയാണ്. ഇവ ലേ ഡൗൺ ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഫ്രെയിംവർക്കാണ്. ജനങ്ങൾക്ക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് നൽകുക, അതിൽ കൂടി വെൽഫെയർ സ്റ്റേറ്റിലേക്കുള്ള വഴി തെളിക്കുക എന്നതാണ്. ഇനി സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ള തരംതിരിവിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 38, ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 41, ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 47 എന്നിവ. ആർട്ടിക്കിൾ 38 പറയുന്നു ജനങ്ങളുടെ ക്ഷേമം പുരോഗമനപ്പെടുത്തുന്നതിന് വേണ്ടി സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് സാന്ദ്രമാക്കിക്കൊണ്ട് ഒരു സമൂഹ സംവിധാനം കെട്ടിയുറപ്പിക്കുക, അതിൽ കൂടി വരുമാനത്തിലും പദവികളിലും സൗകര്യങ്ങളിലും അവസരങ്ങളിലുമുള്ള അസമത്വങ്ങൾ കുറച്ചു കൊണ്ടുവരിക. ആർട്ടിക്കിൾ 39A പറയുന്നു എല്ലാ പൗരന്മാർക്കും ഉപജീവനത്തിന് അനുയോജ്യമായ ഉപാധിക്കുള്ള അവകാശം ഉറപ്പുവരുത്തുക. 39B പറയുന്നു സമൂഹ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിലെ ദ്രവ്യങ്ങളുടെ, അതായത് മെറ്റീരിയൽ റിസോഴ്സസിൻ്റെ നിഷ്പക്ഷമായ വിതരണം ഉറപ്പുവരുത്തുക. 39C പറയുന്നു വെൽത്ത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നിവ കുറച്ചു പേരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടയൽ ഉറപ്പുവരുത്തുക. ആർട്ടിക്കിൾ 39D സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക. 39E ഫോഴ്സിബിൾ അബ്യൂസിൽ നിന്നും തൊഴിലാളികളുടെയും കുട്ടികളുടെയും ഹെൽത്തും സ്ട്രെങ്തും പ്രിസർവ് ചെയ്യുക. 39F കുട്ടികളുടെ ആരോഗ്യപരമായ വികാസത്തിനുള്ള അവസരങ്ങൾ ഉറപ്പു നൽകുക.
ഈ 39F എന്നുള്ള പ്രൊവിഷൻ ആഡ് ചെയ്തിരിക്കുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടിയാണ്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ അടുത്തത് ആർട്ടിക്കിൾ 39A ആണ്. 39A പറയുന്നത് തുല്യനീതി സ്ഥാപിക്കുക, പാവങ്ങൾക്ക് സൗജന്യ നിയമസഹായം നൽകുക. ഈ പ്രൊവിഷനും ആഡ് ചെയ്തിരിക്കുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടിയാണ്. ആർട്ടിക്കിൾ 41 പറയുന്നത് ബലഹീനതയിലും രോഗാവസ്ഥയിലും വാർദ്ധക്യസ്ഥിതിയിലും തൊഴിലില്ലായ്മയിലും പൊതുസഹായം, വിദ്യാഭ്യാസം, ജോലി ചെയ്യുന്നതിനുള്ള അവകാശം എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ്. ആർട്ടിക്കിൾ 42 പറയുന്നു ന്യായമായതും ദയയുള്ളതുമായ വർക്കിംഗ് കണ്ടീഷൻസും മെറ്റേണിറ്റി റിലീഫും പ്രൊവൈഡ് ചെയ്യുക എന്ന്. ആർട്ടിക്കിൾ 43 പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾക്കാവശ്യമായ ശമ്പളം, യോജ്യമായ ജീവിത നിലവാരം, സാമൂഹിക സാംസ്കാരിക അവസരങ്ങൾ എന്നിവ എല്ലാ തൊഴിലാളികൾക്കും ഉറപ്പു നൽകുക എന്ന്. ആർട്ടിക്കിൾ 43A പറയുന്നത് വ്യവസായങ്ങളുടെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. ഈ പ്രൊവിഷൻ ആഡ് ചെയ്തിരിക്കുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടിയാണ്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പളിൽ അവസാനത്തേത് ആർട്ടിക്കിൾ 47 ആണ്. ജനങ്ങളുടെ ജീവിത നിലവാരം, പോഷകാഹാര വ്യവസ്ഥ എന്നിവ ഉയർത്തി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. അപ്പോൾ DPSPയിലെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ള ഭാഗത്ത് വരുന്നത് ആർട്ടിക്കിൾ 38, ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 41, ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 47 എന്നിവയാണ്. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ള DPSPയുടെ തരംതിരിവിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്നുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഗാന്ധിയൻ ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഗാന്ധിജി പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പദ്ധതികളാണ് ഇവ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾ DPSPയിൽ ഉൾപ്പെടുത്തി. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടു വരുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 43B, ആർട്ടിക്കിൾ 46, ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 48 എന്നിവയാണ്. ആർട്ടിക്കിൾ 47ലെ ചില ആശയങ്ങൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിലും മറ്റു ചില ആശയങ്ങൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലും ഉൾപ്പെട്ട് വരുന്നുണ്ട്. ആർട്ടിക്കിൾ 40 ഡീൽ ചെയ്യുന്നത് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കുക, അവയ്ക്ക് സെൽഫ് ഗവൺമെന്റ് യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ അധികാരവും ആനുകൂല്യങ്ങളും നൽകുക എന്നതാണ്. ആർട്ടിക്കിൾ 43 ഗ്രാമപ്രദേശങ്ങളിൽ വ്യക്തിഗത സഹകരണ അടിസ്ഥാനത്തിൽ കുടിൽ വ്യവസായം പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. ആർട്ടിക്കിൾ 43B പറയുന്നത് സഹകരണ സംഘങ്ങളുടെ പ്രവൃത്തിപരമായ നിർവഹണം, ജനകീയമായ നിയന്ത്രണം, സ്വയം ഭരണാധികാരമുള്ള പ്രവർത്തനം, സ്വമേധയാലുള്ള രൂപീകരണം ഇവയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. ആർട്ടിക്കിൾ 43B ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് 2011 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടിയാണ്. ആർട്ടിക്കിൾ 46 പറയുന്നത് SC/ST മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, സാമൂഹിക അനീതികളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ്. ആർട്ടിക്കിൾ 47 പറയുന്നു ആരോഗ്യത്തിന് ഹാനികരമായ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്, ഡ്രഗ്സ് എന്നിവയുടെ കൺസപ്ഷൻ പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന്. ആർട്ടിക്കിൾ 48 പശുക്കൾ, കാളക്കുട്ടികൾ, ക്ഷീരദായകവും ഭാരം ചുമക്കുന്നതുമായ മൃഗങ്ങൾ എന്നിവയുടെ കശാപ്പ് തടയുക, ഇവയുടെ ബ്രീഡിംഗ് ഇംപ്രൂവ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, DPSPയുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്നുള്ള വകഭേദത്തിൽ നിന്നും ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 43B, ആർട്ടിക്കിൾ 46, ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 48 എന്നിവയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DPSPയുടെ മറ്റൊരു വകഭേദമായ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന DPSP റെപ്രസെൻ്റ് ചെയ്യുന്നത് ലിബറലിസം എന്ന ഐഡിയോളജിയാണ്. ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 48, ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 49, ആർട്ടിക്കിൾ 50, ആർട്ടിക്കിൾ 51 എന്നീ ആർട്ടിക്കിൾസ് ആണ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള ഈ കാറ്റഗറിയിൽ
ഉൾപ്പെട്ടു വരുന്നത്. ആർട്ടിക്കിൾ 44 പറയുന്നത് രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുത്തുക എന്നതാണ്. ആർട്ടിക്കിൾ 45 പറയുന്നു 6 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഇയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന്. ആർട്ടിക്കിൾ 48 ഡീൽ ചെയ്യുന്നു ആധുനികവും ശാസ്ത്രീയമായതുമായ രീതിയിൽ കൃഷിയും മൃഗസംരക്ഷണവും സംഘടിപ്പിക്കുക എന്ന്. ആർട്ടിക്കിൾ 48A ഡയറക്റ്റ് ചെയ്യുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുക, വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നിവയാണ്. ആർട്ടിക്കിൾ 49 പറയുന്നത് സ്മാരകങ്ങൾ സംരക്ഷിക്കുക, ചരിത്ര പ്രാധാന്യമുള്ളതും കലാപരമായിട്ടുള്ളതുമായ സ്ഥലങ്ങൾ ദേശീയ പ്രാധാന്യമുള്ളതായി ഡിക്ലെയർ ചെയ്യുക എന്നതാണ്. ആർട്ടിക്കിൾ 50 ഡയറക്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ പൊതുസേവനത്തിൽ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക എന്നതാണ്. ആർട്ടിക്കിൾ 51 പറയുന്നു അന്തർദേശീയ സമാധാനവും സുരക്ഷയും പ്രൊമോട്ട് ചെയ്യുക, രാജ്യങ്ങൾ തമ്മിൽ നീതിനിഷ്ഠമായതും ശ്രേഷ്ഠമായതുമായ ബന്ധങ്ങൾ നിലനിർത്തുക, അന്തർദേശീയ നിയമങ്ങളെയും ഉടമ്പടികളെയും ബഹുമാനപൂർവ്വം പോഷിപ്പിക്കുക, അന്തർദേശീയ തർക്കങ്ങളിൽ മാധ്യസ്ഥം വഹിച്ച് സെറ്റിൽമെന്റിന് പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടി ആർട്ടിക്കിൾ 45 സബ്ജക്റ്റ് മാറ്റർ ചേഞ്ച് ചെയ്യുകയും ആർട്ടിക്കിൾ 21A പ്രകാരം എലമെന്ററി എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റുകയും ചെയ്തു. 2011 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആഡ് ചെയ്തു, ആർട്ടിക്കിൾ 43B. ഇത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്വമേധയാലുള്ള രൂപീകരണം, സ്വയംഭരണാധികാരമുള്ള പ്രവർത്തനം, ജനകീയമായ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവയെ പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റേറ്റിനോട് ആവശ്യപ്പെടുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമേഴ്സ് DPSPയെ നോൺ ജസ്റ്റിസേബിൾ ആൻഡ് ലീഗലി നോൺ എൻഫോഴ്സിബിൾ ആക്കിയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ കാരണമായി പറയുന്നത് DPSPയെ പൂർണ്ണമായും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് രാജ്യത്തുണ്ടായിരുന്നില്ല എന്നതായിരുന്നു. രണ്ടാമതായിട്ട് ബഹുലമായ നാനാത്വവും പിന്നോക്കാവസ്ഥയും DPSPയുടെ ഇംപ്ലിമെന്റേഷനിൽ വഴിമുടക്കി നിന്നു. മൂന്നാമത്തെ കാരണമായി പറയുന്നത് പുതുതായി ജനിച്ച സ്വതന്ത്ര ഇന്ത്യക്ക് വേറെ ഒരുപാട് വ്യഗ്രതകൾ ഉണ്ടായിരുന്നു. DPSPയുടെ ഇംപ്ലിമെന്റേഷനിൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ മറ്റു വ്യഗ്രതകൾ ക്രഷ് ചെയ്യപ്പെട്ടു പോകും എന്നതായിരുന്നു. അതിനാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഒരു പ്രായോഗിക വീക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രിൻസിപ്പിളിന് കൂടുതൽ എനർജി ആൻഡ് എൻതൂസിയാസം നൽകാതെ വിട്ടുനിന്നു. ഈ ആശയങ്ങളുടെ പൂർത്തീകരണത്തിൽ കോടതി നടപടികൾ സ്വീകരിക്കുന്നതിനേക്കാൾ അവർ വിശ്വസിച്ചത് ഒരു അവേക്കൺഡ് പബ്ലിക് ഒപ്പീനിയനിൽ ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 4 ആർട്ടിക്കിൾസ് 36 മുതൽ 51 വരെയുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള വ്യത്യാസവും DPSPയുടെ ഇംപ്ലിമെന്റേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.